നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആനയോളം വരുന്ന ആനക്കാഴ്ചകൾ അവതരിപ്പിക്കുന്ന ആനപ്പെരുമയിലേക്ക് സുസ്വാഗതം. ഇതിനോടകം തന്നെ ഒട്ടേറെ ഗജവീരന്മാരുടെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ ആനപ്പെരുമയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ആന സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ ഗജസൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവത്തെയാണ്. തനി നാടൻ ആനയായ അതുപോലെ തന്നെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ തിരുവമ്പാടി ശിവസുന്ദരനെയാണ് ഇന്ന് ഞങ്ങൾ ആനപ്പെരുമയിലൂടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തിടമ്പേറ്റുന്ന ഈ കൊമ്പൻ ഒട്ടുമിക്ക പൂരങ്ങളിലെയും നിറസാന്നിധ്യമാണ്, താരമാണ്. അതുപോലെ തന്നെ ഒട്ടേറെ ആരാധകരും ഇവനുണ്ട്. ഒരാനയെ കണ്ടാൽ മറ്റെല്ലാം മറന്ന് നോക്കി നിൽക്കുന്നവരാണ് ആനപ്രേമികൾ. കൊമ്പും വമ്പും ചേർന്ന് ഒരൽപ്പം ചന്തമുള്ള കൊമ്പനായാൽ പിന്നെ പറയുകയും വേണ്ട. സഹ്യസാനുക്കളിൽ നിന്നും നന്നേ ചെറുപ്പത്തിൽ തന്നെ മനുഷ്യവാസത്തിലേക്കെത്തി മനുഷ്യരുമായുള്ള സഹവാസത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും അങ്ങനെ എല്ലാമെല്ലാമായി ആനച്ചന്തത്തിൻ്റെ നിറകൺകാഴ്ചയായി ഗജസൗന്ദര്യത്തിൻ്റെ മഴവിൽ കാവടി അഴകായ ഒരു കൊമ്പൻ. അതെ, സാക്ഷാൽ തിരുവമ്പാടി കണ്ണൻ്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ ആവോളമേറ്റുവാങ്ങി കണ്ണൻ്റെയും ഭഗവതിയുടെയും പ്രിയ തോഴനായ തിരുവമ്പാടി ശിവസുന്ദർ. ആനച്ചന്തത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ പര്യായം അതാണ് തിരുവമ്പാടി ശിവസുന്ദർ. നാടൻ ആനകൾക്ക് പ്രത്യേക ഒരു സൗന്ദര്യമുണ്ടെങ്കിലും നാടൻ ആനകളിൽ തന്നെ അഴകിൽ മുൻപനും ആർക്കും കണ്ണെടുക്കാനാകാത്ത കരിസൗന്ദര്യത്തിൻ്റെ തികവുമാണ് ശിവസുന്ദർ. ഈ കരിവീരൻ്റെ ഗജസൗന്ദര്യത്തിന് ഒരു കുറ്റം പോലും എടുത്തു പറയാനില്ല. അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരും ശിവസുന്ദരനുണ്ട്. മൂന്ന് പതിറ്റാണ്ടോളം തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിയുടെ തിടമ്പേറ്റിയിരുന്ന ചന്ദ്രശേഖരൻ വിട പറഞ്ഞതോടെ ഇനി തിടമ്പെടുക്കുവാൻ നല്ല ഒരാന എന്ന ആഗ്രഹം ദേവസ്വം ഭാരവാഹികളിൽ ഉടലെടുക്കുകയായിരുന്നു. ഈ ഒരാവശ്യവുമായി ഭരണസമിതി സമീപിച്ചത് തട്ടകവാസിയും വ്യവസായ പ്രമുഖനുമായ പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർമേനോനെയായിരുന്നു. തിരുവമ്പാടി കണ്ണന് ഒരാനയല്ലേ, യാതൊരു പ്രയാസവും വിചാരിക്കേണ്ട, നിങ്ങൾ എത്രയും വേഗം ഒരാനയെ കണ്ടെത്തി വിവരമറിയിച്ചാൽ മതി എന്ന് സുന്ദർമേനോൻ നിറഞ്ഞ മനസ്സോടെയാണ് പറഞ്ഞത്. അന്ന് മംഗലാംകുന്ന് അയ്യപ്പനുൾപ്പെടെ പല കൊമ്പന്മാരെയും ദേവസ്വം ഭാരവാഹികൾ പോയി കണ്ടതുമാണ്. പിന്നീടാണ് ആമ്പല്ലൂർ സ്വദേശിയായ പൂക്കോടൻ ഫ്രാൻസിസിൻ്റെ ശിവൻ എന്ന ആനയെക്കുറിച്ച് അന്വേഷിക്കുവാൻ മേനോൻ ദേവസ്വം ഭാരവാഹികളോട് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഇവർ ഫ്രാൻസിസിൻ്റെ വീട്ടിലെത്തി. എന്നാൽ ഫ്രാൻസിസ് തൻ്റെ ആനയെ വിൽക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അക്കാലത്ത് ശിവനെ ചോദിച്ചു വരുന്നവരെയൊക്കെ തിരിച്ചയക്കുന്നതിനായി ഫ്രാൻസിസ് പുറത്തെടുത്ത ഒരു സൂത്രമായിരുന്നു നാട്ടിലെന്ന് ഒരാനയ്ക്കും കിട്ടാത്ത വില പറയുക എന്നത്. പക്ഷേ അന്ന് തിരുവമ്പാടി വിഭാഗത്തിനായി വന്നത് സുന്ദർമേനോനായിരുന്നു. ഫ്രാൻസിസ് മേനോനോടും ഇത്തരത്തിലുള്ള ഒരു വില പറഞ്ഞു. ഇത് കേട്ട മേനോൻ വിലയല്ല പ്രധാനം, ശിവനാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് മാറ്റാനാകാതെ ഫ്രാൻസിസിന് ശിവനെ നൽകേണ്ടി വന്നു. അങ്ങനെ കേരളത്തിൽ ഒരാനയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത 28 ലക്ഷം രൂപ നൽകി മേനോൻ പൂക്കോടൻ ശിവൻ എന്ന ഈ ഗജരാജസുന്ദരനെ 2002 ഡിസംബറിൽ സ്വന്തമാക്കുകയും 2003 ഫെബ്രുവരി 15 തിരുവമ്പാടി ക്ഷേത്രത്തിന് നടയിരുത്തുകയുമായിരുന്നു. അന്നോളം പൂക്കോടൻ ശിവൻ എന്നറിയപ്പെട്ടിരുന്ന ഈ ഗജശ്രേഷ്ഠൻ പിന്നീട്
തിരുവമ്പാടി ശിവസുന്ദറായി മാറി. മുൻപ് പൂക്കോടൻ ശിവനായിരുന്ന തിരുവമ്പാടി ശിവസുന്ദറിനെ മോഹവിലയ്ക്ക് തന്നെ സ്വന്തമാക്കിയാണ് പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർ മേനോൻ ഇവനെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. ഇപ്പോൾ എന്തായിരുന്നു അന്ന് ഇത്രയും ഒരു വില കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും വലിയ തുക കൊടുത്ത് ഈ ആനയെ സ്വന്തമാക്കാനും നടയിരുത്താനും ഉണ്ടായ സാഹചര്യം? ഈ നടയിരുത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ദേവസ്വത്തിൻ്റെ ആവശ്യമായിരുന്നു. കാരണം 2002 ഈ ശിവസുന്ദരൻ്റെ മുൻഗാമിയായിരുന്ന ചന്ദ്രശേഖരൻ 3 പതിറ്റാണ്ട് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി തിടമ്പ് വഹിച്ചിരുന്ന ആനയായിരുന്നു. അത് ഒരു കൂട്ടാനയുടെ കുത്തുകൊണ്ട് കുറച്ചു കാലം ചികിത്സയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം 2002 ആന ചെരിഞ്ഞപ്പോൾ തിടമ്പെടുക്കാൻ പറ്റിയ ഒരു ആന നമ്മുടെ വിഭാഗത്തിന് ഇല്ലാതായിരുന്നു. അപ്പോൾ ഒരു ആനയെ വേണം എന്നുള്ള ആവശ്യമായിട്ട് ദേവസ്വം അധികൃതർ എൻ്റെ അടുത്ത് വന്നു. ഇത് ഏത് വർഷത്തിലായിരുന്നു ഇവനെ സ്വന്തമാക്കിയത്? അതുപോലെ തന്നെ എത്ര ലക്ഷം കൊടുത്താണ് അന്ന് വാങ്ങിയത്? ഇത് 2002 അവസാനമാണ് ആന വാങ്ങിയത്. ആന വാങ്ങിയത് 28 ലക്ഷം രൂപയ്ക്ക്. അന്ന് 30 ലക്ഷം രൂപയാണ് വില പറഞ്ഞത്. പക്ഷെ അന്നത്തെ കാലത്ത് ഏറ്റവും ഒരു നല്ല വിലയാണ് ഈ ആനയ്ക്ക് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പറിച്ച് നടപ്പെട്ട ഏതൊരാനയ്ക്കും മനുഷ്യർ ഒരുക്കിയ ഒരു ചതിക്കുഴിയുടെ കഥ പറയുവാനുണ്ടാകും. തങ്ങളുടെ അശ്രദ്ധയ്ക്കും അച്ചടക്കമില്ലായ്മയ്ക്കും കൊടുക്കേണ്ടി വരുന്ന കനത്ത വില. നമ്മുടെ ശിവസുന്ദറിൻ്റെ കാര്യത്തിൽ ഈ കഥ ഏറെ വ്യത്യസ്തമാണ്. ചതിയുടെ വാരിക്കുഴിയിലേക്ക് കാൽ വഴുതി വീണെന്ന പതിവ് കഥകൾക്കപ്പുറം കടലോളം ആഴമുള്ള സ്നേഹത്തിൻ്റെയും ത്യാഗനൊമ്പരത്തിൻ്റെയും ഈറനണിഞ്ഞ ഒരു കഥ കൂടിക്കലരുന്നുണ്ട്. ഏകദേശം 4 പതിറ്റാണ്ടിനപ്പുറമാണ് സംഭവം നടക്കുന്നത്. അന്ന് ആനകളെ വാരിക്കുഴിയിൽ വീഴ്ത്തി പിടിച്ച് അടിമകളാക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്ന കാലം. പെരുമ്പാവൂർ കോതമംഗലം വനമേഖലയിൽ ഉൾക്കാട്ടിലെ വാരിക്കുഴിയിൽ ഒരാന വീണിരിക്കുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വനം വകുപ്പ് അധികൃതർ സർവ്വസന്നാഹങ്ങളുമായി കാടിനുള്ളിലേക്ക് പുറപ്പെട്ടു. പക്ഷേ അന്നവർക്ക് അവിടെ കാണുവാനായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു. വാരിക്കുഴിയിൽ വീണുകിടക്കുന്നത് ഒരു പിടിയാന, അതിലുമുപരി മുലയൂട്ടുന്ന ഒരു ആനയമ്മ. കുഴിയിൽ വീണ ആനയേക്കാൾ 10 മടങ്ങ് വേവലാതിയോടെ, ആരുടെയും കരള് പിളർക്കുന്ന ദീനരോദനങ്ങളോടെ വാവിട്ട് കരഞ്ഞ് ആ കുഴിക്കു ചുറ്റും ഓടി നടക്കുകയാണ് ഇനിയും മുലകുടി മാറാത്ത ഒരു കുട്ടിക്കൊമ്പൻ. ഏകദേശം ഒരു 1.5 വയസ്സ് മാത്രം പ്രായം. ഈ കാഴ്ച കണ്ട വനം വകുപ്പ് അധികൃതർ ആകെ ആശയക്കുഴപ്പത്തിലായി. പിടിയാനയെയും മകനെയും ഒരുമിച്ചിവിടെ നിന്നും ആനക്കൂട് വരെ എത്തിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. മാത്രമല്ല, ഒന്നിച്ചാണ് ആനക്കൂട്ടിലെത്തുന്നതെങ്കിൽ ഇരുവരും കൂടി അലറി വിളിച്ച് ലോകം തന്നെ തലകീഴായി മറിക്കും. അമ്മയെ എടുക്കണോ, പിള്ളയെ കാട്ടിലേക്ക് വിടണോ, അതല്ല ഇനി 2 പേരെയും കാട് കയറ്റി വിടണോ? അവർ വിശദമായി തന്നെ തലപുകച്ചു. ഇതിനിടെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാനപ്പാപ്പാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി ആനകളെ കണ്ടിട്ടുണ്ട്, പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുപോലെ മുഖശ്രീയുള്ള ഒരാനക്കുട്ടി, ഇത്രയും ഐശ്വര്യവും ലക്ഷണവും തികഞ്ഞ ഒരു കുട്ടിക്കൊമ്പനെ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമാണ്. ഇതു കേട്ട ഉദ്യോഗസ്ഥരും ആ കുട്ടിക്കൊമ്പനെ ശരിക്കുമൊന്നു നോക്കി. അതിനുശേഷം അവരുറപ്പിച്ചു, ഇവൻ കോടനാട് ആനക്കൂടിന് അന്തസ്സും ആഭിജാത്യവുമാണ്. ഇവനെപ്പോലുള്ള കൊമ്പൻ കുട്ടികളെ പെറ്റുകൂട്ടാനായി ഈ അമ്മ കാട് കയറട്ടെ. പിടിയാനയെ കാട്ടിലേക്ക് അയച്ച് സ്വതന്ത്രയാക്കി. ആ കുട്ടിക്കൊമ്പനെയും കൊണ്ട് ഉദ്യോഗസ്ഥർ കാടിറങ്ങി. മകനെയും കൊണ്ടുപോകുന്ന വാഹനം തൻ്റെ മിഴികളിൽ നിന്നും മായുന്നതുവരെ യാചനയും ഭീഷണിയും ആക്രോശങ്ങളുമായി ആ പെറ്റവയർ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഇത്രയും സുന്ദരനായ ഒരു മകന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ആ അമ്മ അപ്പോൾ സ്വയം ശപിച്ചിട്ടുണ്ടായിരിക്കാം. മനുഷ്യരുടെ കരവലയത്തിലകപ്പെട്ട് ആ വാഹനത്തിൽ ആടിയുലഞ്ഞ് നീങ്ങുമ്പോഴും കാടിൻ്റെ സ്വച്ഛതയിലേക്ക് മോചിപ്പിക്കപ്പെട്ട തൻ്റെ അമ്മയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ആ കുട്ടിക്കൊമ്പൻ ഒരു ചിരി സമ്മാനിച്ചിട്ടുണ്ടാകാം. പെറ്റമ്മയ്ക്ക് മനുഷ്യർ ചങ്ങല കൊണ്ട് നൽകിയേക്കാവുന്ന നിത്യബന്ധനത്തിൽ നിന്നും മോചനമേകിയതുകൊണ്ടുള്ള സ്വാതന്ത്ര്യമോർത്ത്, അല്ലെങ്കിൽ പെറ്റമ്മയിൽ നിന്നും തന്നെ അടർത്തിയെടുത്തതിലുള്ള വേദന കൊണ്ട് ഒരു നിറകൺചിരി.
വനാന്തരങ്ങളിലിറങ്ങി നാട്ടിലെത്തിയ ഇവൻ്റെ ഉറ്റവരും ഉടയവരും അന്ന് തൊട്ടിന്നോളം മനുഷ്യർ തന്നെ. അല്ലെങ്കിലും ഭൂതകാലം ഓർത്തുപോയാൽ ഒന്ന് കരയുവാനുള്ള കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണ് ഇല്ലാത്തത്? പക്ഷേ പഴയ കാര്യങ്ങൾ ഓർത്ത് വേദനിക്കുന്നതിലല്ല, തന്നെ വേദനിപ്പിക്കുന്ന സമൂഹത്തിനു മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നവനെ രക്ഷയുള്ളൂ എന്ന് ആ ആൺപിറപ്പ് അവിടം മുതലായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. തനി നാടൻ ആന സൗന്ദര്യത്തിൻ്റെ ഉത്തമ മാതൃക തന്നെയാണ് തിരുവമ്പാടി ശിവസുന്ദർ. ഇവനെ കുളിപ്പിച്ചൊരുക്കുകയാണ്. കുളിപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇവൻ്റെ കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് മടങ്ങി വരാം. നിലത്തിഴയുന്ന തുമ്പി, അതുപോലെ തന്നെ എടുത്തുയർന്ന കൊമ്പുകൾ, വലിയ മസ്തകം, ഉയർന്ന തലക്കുനി, അതുപോലെ തന്നെ ഭീമാകാരമായ ഉടൽ, എടുത്താണി പോലെയുള്ള വാല് തുടങ്ങി ഒരു നാട്ടാനയ്ക്ക് അല്ലെങ്കിൽ ഒരു നാടനാനയ്ക്ക് വേണ്ട എല്ലാ സൗന്ദര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഗജശ്രേഷ്ഠൻ തന്നെയാണ് നമ്മുടെ തിരുവമ്പാടി ശിവസുന്ദർ. കോടനാട് ആനക്കളരിയിൽ നിന്നും അബൂബക്കർ എന്ന കച്ചവടക്കാരനിലേക്കും പിന്നീട് ചെങ്ങമനാട് സ്വദേശി മേനോന്റെ കൈകളിലേക്കും എത്തിപ്പെടുകയായിരുന്നു. പൂക്കോടൻ ഫ്രാൻസിസ് ഇവനെ സ്വന്തമാക്കുന്നത് ചെങ്ങമനാടുള്ള മേനോന്റെ കയ്യിൽ നിന്നുമാണ്. ഫ്രാൻസിസിന്റെ വീട്ടിൽ സ്വന്തം ഒരംഗത്തെപ്പോലെ കളിച്ചുല്ലസിച്ച് നടക്കുന്ന കാലം. ഇതിനിടെ ഒരു തവണ ഇവൻ ഒന്ന് വീണ്ടും കാടുകയറിപ്പോയി. വെള്ളിക്കുളങ്ങരയിൽ തടി പിടിക്കാൻ പോകുന്നതിനിടെ ശിവനെ പാപ്പാനൊന്ന് കെട്ടിയിട്ട് സ്ഥലം വിട്ടു. തീറ്റയും കുടിയുമില്ലാതെ അവൻ അവിടെ തന്നെ നിന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം പാപ്പാനെത്തി അഴിച്ച് സമീപത്തെ തോട്ടിൽ വെള്ളം കുടിക്കുവാനായി ഇറക്കി. ഇതിനിടെ ശിവൻ കാടുകയറി പോകുകയായിരുന്നു. സംഭവം അറിഞ്ഞ ഫ്രാൻസിസ് ആനയെ പിടികൂടുന്നതിനായി ഒരു വൻ സംഘത്തെ തന്നെ കാട്ടിലേക്ക് അയച്ചു. 1-2 തവണ ഉൾക്കാടുകളിൽ വെച്ച് ഇവർ ശിവനെ കണ്ടുവെങ്കിലും പിടികൂടാനായില്ല. ശ്രമങ്ങളെല്ലാം പാഴായതോടെ ആനയെ മുടക്കുവെടിവെച്ച് പിടിക്കുവാൻ തീരുമാനിച്ചു. ഇത് കേട്ട ഫ്രാൻസിസ്, വെടിവെച്ച് ആനയെ പിടിക്കേണ്ട, നമ്മുടെ ആനയല്ലേ, അവൻ വന്നോളുമെന്നായി. അതോടെ അന്വേഷണവും അവസാനിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫ്രാൻസിസിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു. ചിമ്മിനി ഡാമിനടുത്ത് റോഡിൽ ഒരു കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. ആളുകൾ ബഹളം വെച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടുമൊന്നും യാതൊരു കൂസലുമില്ല. ഫ്രാൻസിസ് ഏട്ടൻ ഇവിടെ വരെയൊന്നു വന്നു നോക്കുമോ? ഉടൻ തന്നെ ഫ്രാൻസിസ് സ്ഥലത്തെത്തി. ദേഹത്താകെ മണ്ണും പൂഴിയുമൊക്കെ വാരിയിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കാട്ടാന. ആനയെ കണ്ട മാത്രയിൽ തന്നെ ഫ്രാൻസിസിന് ബോധ്യമായി ഇവൻ തൻ്റെ ശിവൻ തന്നെയാണെന്ന്. എന്നാൽ ഫ്രാൻസിസിനെ കണ്ടെങ്കിലും ആന യാതൊരു പരിചയവും കാട്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെവിയൊന്നാട്ടി. ഇതു കണ്ട ഫ്രാൻസിസ് പതുക്കെ ആനയുടെ അടുത്ത് ചെന്ന് ആനയ്ക്ക് പഴം നൽകി. വിചാരിച്ചതുപോലെ തന്നെ കാട് കയറി ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും നിറയൊഴിക്കാതെ അമ്പ് തൊടുക്കാതെ അവൻ കാടിറങ്ങി വന്നു, ഫ്രാൻസിസിന്റെ കയ്യും പിടിച്ച്. ഒരു പക്ഷേ അവൻ തൻ്റെ അമ്മയെ തേടിപ്പോയതാവാം. ഞാനിവിടെ സുഖമായിരിക്കുന്നു, എന്നെയോർത്ത് ദുഃഖിക്കേണ്ടമ്മേ എന്ന് അമ്മയെ അറിയിക്കാൻ പോയതായിരിക്കാം. ആ വനാന്തരങ്ങളിൽ ഈ മകൻ അമ്മയെ കണ്ടിരുന്നുവോ? ഇല്ലായിരിക്കാം. കണ്ടിരുന്നുവെങ്കിൽ എത്ര സുഖമാണെന്ന് പറഞ്ഞാലും തൻ്റെ പൊന്നോമനയെ ആ അമ്മ മടക്കി അയക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആനക്കമ്പക്കാർ ആനയുടെ സൗന്ദര്യത്തിനപ്പുറം ഉയരക്കേമത്തിനും തലയെടുപ്പിനും പ്രാധാന്യം കൊടുക്കുമ്പോഴും ലക്ഷണ തികവാർന്ന ഗജവീര സുന്ദരന്മാരോടുള്ള അടങ്ങാത്ത ആവേശവും അഭിനിവേശവും മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ഒട്ടേറെ ആനകൾ ഒത്തുകൂടുന്ന ഉത്സവ നഗരിയിൽ എല്ലാ കണ്ണുകളുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്ന ശിവസുന്ദരന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ മാതംഗശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷണ തികവുകൾ. തുള്ളിത്തുളുമ്പുന്ന ഒരു ഗജരാജകുമാരന് ഉയരം 10 അടിയോളം എത്തിയാലുള്ള കഥ
പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഒട്ടേറെ ഗുണങ്ങളുടെ വിളനിലമായ ശിവസുന്ദരനെ മുൻപിൽ നിന്നും നോക്കിയാലുള്ള മുഖശ്രീ അതുതന്നെയാണ് ഉത്സവ കേരളത്തിന്റെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായി, അഴകിന്റെ തമ്പുരാനായി, പുതിയ ലോകത്തിന്റെ ജനനായകനായി ഈ സഹ്യപുത്രൻ മാറിയതും. ഇത്രയും നല്ലൊരു ആനയെ, നാടൻ ആനയെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു തിരുവമ്പാടി കണ്ണനും അല്ലെങ്കിൽ ദേവിക്കും എഴുന്നള്ളിപ്പിനായിട്ട്? ഇത്രയധികം ലക്ഷണയുക്തതയുള്ള ഒരാനയല്ലായിരുന്നു ഞങ്ങൾ പലപ്പോഴും പലതും കണ്ടത്. പല ആനകളെയും ഞങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ചന്ദ്രശേഖരന് ശേഷം. പക്ഷേ അവസാനം ഇനി എന്ന് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തികച്ചും അവിചാരിതമായിട്ട് ഒരാൾ വന്ന് മറ്റു പലരും വില പറഞ്ഞ് ഉറപ്പിച്ച് പോയ ശിവസുന്ദർ ആന അവർക്കൊന്നും ഉടമസ്ഥൻ കൊടുത്തിട്ടില്ല, നമ്മൾ ചെന്നാൽ കിട്ടുമെന്ന് പറയുന്നത്. ഞങ്ങൾ ചെന്ന് ചോദിച്ചു, അദ്ദേഹം സന്തോഷപൂർവ്വം അത് തന്നു. പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർമേനോൻ ശിവനെ സ്വന്തമാക്കി തിരുവമ്പാടി ദേവസ്വത്തിന് നടയിരുത്തിയെങ്കിലും മേനോനും ഇവനും തമ്മിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആത്മബന്ധമുണ്ട്. കാരണം ക്ഷേത്രത്തിലേക്ക് നടയിരുത്തിയെങ്കിലും ഇവൻ്റെ താമസവും ഭക്ഷണവുമെല്ലാം സുന്ദർമേനോൻ്റെ വീട്ടിലാണെന്ന് മാത്രമല്ല, ഇവൻ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം തന്നെ സുന്ദർമേനോൻ ഇവന് സാധിച്ചു കൊടുക്കും. അത്രമേൽ ഒരാത്മബന്ധം മേനോനും ശിവസുന്ദറും തമ്മിലുണ്ട്. അത് ഇവരുടെ ആ പെരുമാറ്റം കണ്ടവർക്കാർക്കും പ്രത്യേകിച്ച് വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അഴകിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവൻ്റെ സ്വഭാവത്തിനും ശാന്തതയുടെ നൂറഴകാണുള്ളത്. അതുകൊണ്ട് തന്നെയാകാം ഒന്നാം പാപ്പാനായ കൊല്ലങ്കോട് സ്വദേശി ചന്ദ്രനും മറ്റ് പാപ്പാന്മാർക്കും ഇവനെ ഒരു നേരമെങ്കിലും പിരിഞ്ഞിരിക്കുന്ന കാര്യം ആലോചിക്കുവാൻ കൂടി കഴിയാത്തത്. ശിവസുന്ദറിൻ്റെ സാരഥിയാണ് കൊല്ലങ്കോട് സ്വദേശിയായ ചന്ദ്രേട്ടൻ. ഇപ്പോൾ എത്ര വർഷമായി ഈ ആനയ്ക്ക് സാരഥിയായിട്ട്? 12 വർഷമായി. 12 വർഷം ഇത് ഈ പൂരം കഴിഞ്ഞ് 12 വർഷമായി. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഒരു കച്ചറ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. വേറെ സൈലൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഏതൊക്കെ ഉത്സവങ്ങൾക്കാണ് തൃശ്ശൂർ പൂരത്തിന് പുറമെ പങ്കെടുക്കുക? എല്ലാ ഉത്സവത്തിനും പോകുന്നുണ്ട്. ഒരു ഉത്സവമായിട്ടൊന്നുമില്ല, എല്ലാ ഉത്സവമായിട്ടും അങ്ങനെ കണ്ടിന്യൂ ആയി പോയി. ഇടുമ്പോൾ എന്തായാലും ശിവസുന്ദരനാകും. അതുണ്ടെങ്കിലേ പോവുള്ളൂ, അല്ലെങ്കിൽ കൂട്ടിന് പോയില്ല. മാതംഗ ശ്രേഷ്ഠ പഞ്ചാനനൻ, കളഭകേസരി, അതുപോലെ തന്നെ ഗജകേസരി തുടങ്ങി ഒട്ടേറെ പട്ടങ്ങൾ നമ്മുടെ ശിവസുന്ദറിനെ തേടി എത്തിയിട്ടുണ്ട്. ഒട്ടേറെ പട്ടങ്ങൾക്ക് ഇനിയും അർഹനാണ് നമ്മുടെ ഈ താരം. കാരണം 1000-ൽ ഒരുവന് മാത്രം കിട്ടുന്ന അപൂർവമായ ഗജസൗന്ദര്യമാണ് നമ്മുടെ സ്വന്തം ശിവസുന്ദറിനുള്ളത്. ആനച്ചന്തത്തിൻ്റെ കൺകണ്ട രൂപമായ ശിവസുന്ദരൻ്റെ സൗന്ദര്യത്തെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല. എങ്കിലും നിലം തൊട്ടിഴയുന്ന തുമ്പിക്കൈ, 18 നഖങ്ങൾ, എടുത്തുയർന്ന കൊമ്പ് തുടങ്ങി 1000-ൽ ഒരുവന് മാത്രമുള്ള ലക്ഷണ തികവുകളും പിന്നെ 10 അടിയോളം ഉയരവും. അതുകൊണ്ട് തന്നെയാകാം പല വർണ്ണങ്ങളാൽ ചാലിച്ചെടുത്ത ഒരു ചിത്രം പോലെ അഴകിൻ്റെ ഈ കറുത്ത മുത്തിനെ ഒന്നു നേരിൽ കാണിച്ചു കൊടുക്കുവാനും തങ്ങളുടെ മണ്ണിലും ഈ ഗജശ്രേഷ്ഠൻ്റെ പാദസ്പർശമേൽക്കുവാനും ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആനപ്രേമികൾ മത്സരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാകാം ഈ കൊമ്പനെ തേടി സഹ്യവാരണവീരൻ, കളഭകേസരി, മാതംഗക്കേസരി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്തത്ര പട്ടങ്ങളും വന്നു ചേർന്നത്. ആനക്കമ്പത്തിനും പൂരക്കമ്പത്തിനും ഒട്ടും പുറകിലല്ലാത്ത മലയാളികൾ, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ, മനസ്സിൽ കൊത്തിവെച്ചാരാധിക്കുന്ന ഈ ഗജരാജചന്തം ചരിത്രത്തിൻ്റെ നവ്യസരണികളിലൂടെ ഒരു തലമുറയെ തന്നെ വഴിതെളിയിക്കുകയാണ് തിരുവമ്പാടി ആനത്തറവാട്ടിലെ ഈ ഒന്നാമൻ. ഇനിയും പുതിയ ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിനായി.
എല്ലാ ലക്ഷണത്തികവുകളും ഒത്തിണങ്ങിയ ആനകൾ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ശിവസുന്ദറിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു തരിമ്പ് പോലും കുറ്റം പറയാനില്ല. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തിടമ്പേറ്റുക എന്നുള്ള നിയോഗം മാത്രമല്ല, മിക്ക ഉത്സവ പറമ്പുകളിലും ഒഴിച്ചുകൂടാനാകാത്ത താരമാണ് നമ്മുടെ ശിവസുന്ദർ. എല്ലാ ദേവീദേവന്മാരുടെയും തിടമ്പേറ്റാനുള്ള ഭാഗ്യവും ഇവനിൽ നിക്ഷിപ്തമാണ്. എന്തായാലും ശിവസുന്ദറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞാൽ ഒരു എപ്പിസോഡ് കൊണ്ട് തീരില്ല. അതുപോലെ തന്നെ ഇവൻ്റെ കാഴ്ചകൾ കണ്ടാൽ നമ്മൾക്ക് മതി വരികയുമില്ല. എന്തായാലും ആനക്കാഴ്ചകൾ അവതരിപ്പിക്കുന്ന ആനപ്പെരുമയുടെ ഒരു അധ്യായം സമാപിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ആനവിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.